അങ്ങനെ ദ ഹൈലി ആന്റിസിപ്പേറ്റഡ് മൂവി ഡെഡ്പൂൾ ആൻഡ് വൂൾവറീൻ ഇറങ്ങിയിരിക്കുകയാണ്. ഡെഡ്പൂൾ ആൻഡ് വൂൾവറീൻ ഒരു ഫൺ നൊസ്റ്റാൾജിക് റൈഡ് ആയിട്ടാണ് തോന്നിയത്. എക്സ്മെൻ മൂവീസും മാർവൽ മൂവീസും നമ്മൾ ചെറുപ്പം മുതലേ കണ്ട് വളർന്നതാണെങ്കിൽ ഭയങ്കര എൻജോയ് ചെയ്ത് ഒരു ഫാൻ ആണെങ്കിലും യു വിൽ അബ്സല്യൂട്ട്ലി ലവ് ദ മൂവി. ആൻഡ് അതേപോലെ തന്നെ നമ്മൾ പണ്ട് കണ്ടു മറന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ഒരു പെർഫെക്റ്റ് എൻഡിങ് കൂടെയാണ് ഈ സിനിമ കൊടുത്തിരിക്കുന്നത്. അതിലാണ് എനിക്ക് കൂടുതൽ ഭയങ്കര ഹാപ്പിനെസ് കിട്ടിയത്. പിന്നെ ഡെഡ്പൂൾ കണ്ടവർക്ക് അറിയാം ഡെഡ്പൂളിന്റെ നാക്ക് എങ്ങനെയാണെന്ന്. അതേപോലെ തന്നെ ഈ ക്യാരക്ടർ ഇതിനകത്ത് കണ്ട് എല്ലാവരെയും കളിയാക്കുന്നുണ്ട്. മാർവൽ, ഡിസ്നി, 20th സെഞ്ചുറി ഫോക്സ്, മാഡ് മാക്സ് ഫിഗറിനെ പോലും വെറുതെ വിട്ടിട്ടില്ല. മാർവൽ മേക്കേഴ്സിന് അറിയാം ഓഡിയൻസിന് മാർവലായിട്ട് ചെറിയൊരു കണക്ഷൻ വിട്ടിരിക്കുകയെന്ന്. സോ അത് തിരിച്ചു പിടിക്കാനുള്ള ഫാന്റാസ്റ്റിക് റെസ്പോൺസ് ആണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറീൻ. അത്രയും രസകരമായിട്ട് തന്നെ ഫാൻ സർവീസും നൊസ്റ്റാൾജിയും ഒക്കെ കൂരി വിതറിയിട്ടുണ്ട്, ബട്ട് ഇൻ ദ റൈറ്റ് വേ. കാര്യം പറയാലോ, 2 hours 8 minutes ആണ് സിനിമ റൺ ടൈം. ഈ ഒരു ഹോൾ റൺ ടൈം ഒരു രീതിയിലും ബോറടിക്കാണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഭയങ്കര ഫൺ എൻഗേജിങ് എക്സിക്യൂഷൻ ആണ് സിനിമയുടെ. ഭയങ്കര ഒട്ടുക്കത്തെ സ്റ്റൈലും എസ്പെഷ്യലി സിനിമയുടെ ഓപ്പണിംഗ് ക്രെഡിറ്റ് സീൻ അത് ഒരിക്കലും മിസ് ചെയ്യുന്നത്. അത് സൂപ്പറാണ്. ഈ സിനിമ കണ്ടെങ്കിൽ നമ്മൾ പറയും ദിസ് ഇസ് ദ മാർവൽ വി മിസ്ഡ്. പിന്നെ ഈ സിനിമ കാണാൻ പോകുന്നതിന് മുന്നേ ബ്ലേഡ്, എലക്ട്ര, ഫാന്റാസ്റ്റിക് ഫോർ, ലോക്കിയുടെ സീരീസും എക്സ്മെന്റെ കംപ്ലീറ്റ് മൂവീസും ഡെഡ്പൂളിന്റെ മൂവീസും കണ്ടിട്ട് വേണം പോകാൻ. ഇത് ചുമ്മാ കാണാൻ പറയുന്നതല്ല. ഈ സിനിമയിൽ ഈ എക്സ്ട്രാ ക്യാമിയോസും ചില എക്സ്ട്രാ ക്യാരക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്കും ആ എക്സൈറ്റ്മെന്റും ആ ഒരു ഫീലിംഗ് കാണണമെങ്കിൽ നമ്മൾ ഈ ഡോട്ട്സ് എല്ലാം കണക്ട് ചെയ്യണം. എന്നാലേ നമുക്ക് ആ ഒരു വാവ് ഫാക്ടർ ഫീൽ ചെയ്യുള്ളൂ. അല്ലാണ്ട് ചുമ്മാ ഇരുന്ന് കാണാന്നല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും തോന്നില്ല. സോ ഈ മേളിൽ പറഞ്ഞ മൂവീസ് ഒക്കെ ഇരുന്ന് കണ്ടിട്ട് വേണം പയ്യെ പോയി കണ്ടാൽ മതി. അടിപൊളി സ്ക്രിപ്റ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ഒരു സ്ക്രിപ്റ്റ്. ദർ ഇസ് ഹ്യൂമർ, ദർ ഇസ് ആക്ഷൻ, ദർ ഇസ് ഇമോഷൻ, ദർ ഇസ് എന്റർടൈൻമെന്റ്, ദർ ഇസ് നൊസ്റ്റാൾജിയ. ഇതെല്ലാം ഷോൺ ലീവായ് എന്ന ഡയറക്ടറിന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ആ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ പറ്റി കംപ്ലീറ്റ് അറിയുന്ന ഒരു ഡയറക്ടർ തന്നെയാണ്. പിന്നെ ആക്ടേഴ്സിനെ പറ്റിയും വളരെ നന്നായിട്ട് തന്നെ അറിയാം. ഈ ഡയറക്ടറിന് തന്നെ 2 സിനിമകളിൽ ഈ ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുള്ളതാണ്. ആഡം പ്രൊജക്റ്റും റിയൽ സ്റ്റീൽ എന്ന 2 സിനിമകളും. സോ ഈ ആക്ടേഴ്സിനെ വളരെ നന്നായിട്ട് അവരെ അടിപൊളിത്തിന് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മെയിൻ 2 ആക്ടേഴ്സ് ഹ്യൂഗ് ജാക്ക്മാൻ ആൻഡ് റയൻ റെയ്നോൾഡ്സ്, ഇവർ രണ്ടുപേരും ഇവരുടെ 2 ക്യാരക്ടേഴ്സ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറീൻ ആയിട്ട് അടിച്ച് പൊളിച്ച് അഭിനയിക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ക്യാരക്ടേഴ്സ് അവർ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ആൻഡ് ഇവരുടെ ബ്രൊമാൻസും എടുത്തു പറയേണ്ടതാണ്. ഭയങ്കര വെൽ റിട്ടേണും ആയിരുന്നു. നമുക്ക് ഭയങ്കര പെട്ടെന്നൊക്കെ കണക്റ്റും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിലാകെ ഒരു മിസ്കാസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തത് ഇതിലെ വില്ലൻ ക്യാരക്ടർ ആയിരുന്നു. എമിൻ കോറൻ എന്നൊരു ആക്ട്രസ്. അവരുടെ ക്യാരക്ടർ വെൽ റിട്ടേണും അല്ലായിരുന്നു. ആ ആക്ട്രസിന്റെ പെർഫോമൻസ് ആണെങ്കിലും വലിയൊരു ഇമ്പാക്ട് തന്നില്ല. സ്ക്രീൻ പ്രസൻസ് ഭയങ്കര പുവർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. വിഷ്വൽസ് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിരുന്നു. എഡിറ്റിംഗ് ടോപ്പ് ആയിരുന്നു. സിനിമാറ്റോഗ്രഫി നന്നായിരുന്നു. ആക്ഷൻ കോറിയോഗ്രഫി അത് വേറെ ലെവലായിട്ടുണ്ട്. അത് എടുത്തു പറയണം. എന്ത് രസമായിട്ടാണ് ഇതിൽ ഓരോ ആക്ഷൻ സീക്വൻസ് അവർ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലെ മ്യൂസിക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ സിനിമ ഒരു നൊസ്റ്റാൾജിക് സംഭവമാണ്. അതേപോലെ തന്നെ സിനിമയുടെ മ്യൂസിക്കും കുറേ പഴയ ക്ലാസിക് സോങ്സ് ഒക്കെ കൂടെ മിക്സ് ചെയ്ത് ഒരു ഭയങ്കര രസമായിട്ട് സ്ക്രീൻ പ്ലേയിൽ ആഡ് ആക്കിയിട്ടുണ്ട്. സോ ഇതിൽ മ്യൂസിക് റോബ് സൈമൺസ് എന്ന വ്യക്തിയാണ് അടിപൊളിയായ ഗംഭീര വർക്ക് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഓവറോൾ ഒരു സൂപ്പർ ഫൺ എന്റർടൈനിങ് മാർവൽ മൂവി തന്നെയാണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറീൻ. പിന്നെ ലാസ്റ്റ് ആയിട്ട് പറയേണ്ടത് എൻഡ് ക്രെഡിറ്റ്സിൽ വലിയ ഇമ്പോർട്ടൻസ് തോന്നിയില്ല. കണ്ടാലും കണ്ടില്ലേലും ഒരേപോലെയാണ് ഫീൽ ചെയ്തത്.